ഹായ് ഗൈസ്, ഇന്നിവിടെ ഒരു തക്കാളി ചട്നിയാണ് കേട്ടോ. തക്കാളി ചട്നി ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരേ ബഹളം. അപ്പോൾ ഞങ്ങൾ ഇത് കുറച്ച് തക്കാളി ചട്നി ഉണ്ടാക്കിയാലും അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത്തിരി ഓയിൽ ഒഴിച്ച് അതിലേക്കൊരു 4-5 തക്കാളി എടുത്ത് ദേണൊക്കെ മുറിച്ച് ആ ഓയിൽ ഒഴിച്ച് പാനിലേക്ക് ഇട്ടുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ തക്കാളികളെ അതിനകത്ത് ആ ഉപ്പിനകത്തൊക്കെ ഒന്ന് സെറ്റായിട്ടൊന്ന് ചുറ്റിക്കറക്കി എടുത്തിട്ടുണ്ട്. ചുറ്റിക്കറക്കി എടുത്ത് ഇതേ കണക്കാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലായിടും നമ്മുടെ ഉപ്പൊന്ന് പിടിക്കണ്ടേ, അത് കണക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ചുമ്മാ ഒന്ന് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചേക്കാം. അടച്ച് വെച്ച് നല്ലതുപോലെ 2-3 മിനിറ്റ് വേവിച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. നമ്മൾ അടപ്പ് തുറന്ന ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്തതാണ്. അതിനുശേഷം ആ തൊലിയൊന്ന് എടുത്ത് മാറ്റുക. തൊലിയൊന്ന് ജസ്റ്റ് എടുത്ത് വരാറായോ എന്ന് ഞാൻ ഇന്ന് ഞെക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം അതിനെല്ലാം നമുക്ക് ഒരു പാത്രത്തിലോട്ടാക്കി കൊടുക്കാം. നമ്മുടെ ആ ഒരു തക്കാളിയൊക്കെ വെന്ത് അടിപൊളിയായിട്ട് കിടുവായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതേ കണക്കണ്ട കുഴാന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഇത് നല്ലതൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമുക്ക് വെന്തിരിക്കുന്നതുകൊണ്ട് സ്പൂൺ വെച്ച് ഉടക്കാൻ എളുപ്പമാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഉള്ളി ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളകും കുറച്ച് മല്ലിയിലയും പിന്നെ കുറച്ച് ചതച്ച മുളകും ഇട്ട് ഇത്തിരി ഉപ്പും ഇട്ട് അതിലേക്ക് നമുക്ക് ഇത്തിരി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് നല്ലതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യമേ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നല്ലതുപോലെ നോക്കുക. അതുകൊണ്ട് എന്നതിന് ശേഷം നല്ല ഇതേണൊക്കെ മിക്സ് ചെയ്തെടുക്കുക. പറയാൻ പറ്റാത്ത ടേസ്റ്റിലുള്ള തക്കാളി ചട്നിയാണ്. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ അടിപൊളി പറ്റിയൊരു സൈഡ് ഡിഷാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.